അവസാനം പിന്നിലേക്ക് മാറാൻ സ്ഥലമില്ലാതെ ഗൗരി ചുമരിൽ ചെന്നടിച്ചു നിന്നു. അവളുടെ കണ്ണുകൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദേവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ദൃശ്യേ, നിനക്ക് എന്താ തോന്നുന്നത്? ദേവൻ സാറ് എന്തിനാവും അവളെ ഇങ്ങനെ ചെയ്യുന്നത്? ആ, എനിക്കെങ്ങനെ അറിയാം? എന്തായാലും അവൾ അങ്ങേരെ എന്തോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏയ്, ഒന്നുമില്ല, ദൃശ്യ പറഞ്ഞു നിർത്തി. ദേവൻ കത്തുന്ന കണ്ണുകൾ കൊണ്ട് അവളെ തുറച്ചു നോക്കി. ശേഷം അവൻ്റെ പോക്കറ്റിൽ നിന്നും അവൻ്റെ ഫോണെടുത്ത് വീശി അവൾക്ക് നേരെ നിന്നു. എത്ര തവണ ഞാൻ മെസ്സേജ് അയച്ചു? കൂടി നിന്നവർ നിശബ്ദത പാലിച്ചുകൊണ്ട് തന്നെ അവരുടെ സംസാരം വ്യക്തമായിരുന്നു. അവൾ ഭയം കൊണ്ട് കണ്ണുകൾ താഴ്ത്തി. എത്ര തവണ നിനക്ക് മെസ്സേജ് അയച്ചു എന്നല്ലേ ചോദിച്ചത്? ദേഷ്യം കാരണം അവൻ്റെ ശബ്ദം നല്ലതുപോലെ ഉയർന്നു. അവൾ നിറഞ്ഞ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചുറ്റിലുമൊന്ന് നോക്കി. എല്ലാവരും ജനലിൻ്റെ പുറത്ത് എന്തോ വലിയ കാര്യം നടക്കുന്നത് പോലെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ വിറച്ചു തുടങ്ങി. അവളുടെ മറുപടി ഇല്ലാതെ ആയതും ദേവൻ ദേഷ്യം കൊണ്ട് മുന്നിലുള്ള ഡെസ്കിൽ ആഞ്ഞടിച്ചു. അവൾ നടുങ്ങിക്കൊണ്ട് അവനെ നോക്കി. ഞാൻ ചോദിച്ചതിന് നിനക്ക് ഉത്തരല്ലേ? അവന് വീണ്ടും ചോദിച്ചു. ഞാനത് അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും അവളുടെ നാവ് മുറിഞ്ഞു ഒന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ തൊണ്ടയിൽ ആരോ കയറി അമർത്തുന്നത് പോലെ അവൾക്ക് തോന്നി. ദേവന്റെ കണ്ണുകൾ ഒന്ന് അവളിൽ നിന്നും തെറ്റിയതും അവളൊന്ന് സൈഡിലേക്കാഞ്ഞു. ഒരടി നീ അനങ്ങിയാൽ ഈ ക്ലാസ് റൂം ചിഹ്നം ഭിന്നമാക്കും ഞാൻ, ദേവൻ ഭീഷണി പോലെ പറഞ്ഞു. അവൾ അവിടെ തന്നെ നിന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? എനിക്ക് പേടിയാവുന്നുണ്ട്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കണ്ടോ ദൃശ്യ, അവൾ ദേവനെ ദേഷ്യം പിടിപ്പിക്കും പോലെ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുച്ഛം നിറഞ്ഞ ചിരിയോടെ ദൃശ്യ പറഞ്ഞു. അവളുടെ കാര്യം തീർന്നത് തന്നെ. നിങ്ങളെ ഞാൻ എന്താ ചെയ്തത്? ഞാൻ അയച്ച മെസ്സേജ് നീ കണ്ടിട്ടും എന്തുകൊണ്ട് നീ പുറത്തേക്ക് വന്നില്ല? അവൻ്റെ ശബ്ദം ഒന്ന് മയത്തിലായി. അപ്പോഴേക്കും അവൾ തേങ്ങിക്കൊണ്ട് അവനെ നോക്കി. നോക്ക്, ഞാൻ നിന്നെ ചീത്ത പറയാനോ ഉപദ്രവിക്കാനോ വന്നതല്ല. അവൾ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവനെ ഒന്ന് നോക്കി. ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. മതി, ഈ കളി ഇവിടെ അവസാനിച്ചോട്ടെ, ദേവൻ അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. അവൾ സംശയവും സങ്കടവും കൊണ്ട് അവനെ നോക്കി. ദേവൻ അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മതി, നിന്റെ ആവശ്യമായിരുന്നല്ലോ മറ്റാരും നീ എൻ്റെ ഭാര്യയാണെന്ന് അറിയരുതേ എന്നുള്ളത്. ഇനി അത് വേണ്ട. എല്ലാവരും ഒരു ഞെട്ടലോടെ അവരെ തന്നെ നോക്കി. അപ്പോൾ ഇവളാണോ ദേവൻ്റെ കാമുകി? ദൃശ്യ ഞെട്ടലോടെ ചോദിച്ചു. എല്ലാവരും വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഞെട്ടിത്തെറിച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് മുകളിലത്തെ ആൾക്കൂട്ടം കണ്ട് സ്റ്റാഫ് റൂമിലെ എല്ലാവരും അങ്ങോട്ടേക്ക് വന്നത്. ദേവൻ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഗൗരിയെ കണ്ടതും ടീച്ചേഴ്സ് എല്ലാവരും അന്തം വിട്ടു. വാതിൽ ഓപ്പൺ ആയതും ടീച്ചേഴ്സിൽ 1-2 പേര് ദേവനെ ചുറ്റി. സാർ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആരെയും കടന്ന് പിടിച്ചതൊന്നുമല്ല. ഇതെൻ്റെ ഭാര്യയാണ്, മിസ്സിസ് ദേവൻ വർമ്മ. സാർ, ഞെട്ടലോടെ എല്ലാവരും അവളെ നോക്കി. ദൃശ്യേ, ഇത് സത്യാണോ? ഇല്ല, ഇത് പറ്റില്ല. ആ സ്ഥാനം ഞാൻ ആഗ്രഹിച്ചതാണ്, ദൃശ്യ കൂട്ടുകാരോട് പറഞ്ഞു. ദൃശ്യയുടെ ശരീരത്തിലൂടെ ഒരു വൈദ്യുത പ്രവാഹം കടന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. എടി, എൻ്റെ ചെവി അടിച്ചു പോയെന്നാ തോന്നുന്നത്, ദൃശ്യയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞു. എടി, എൻ്റെയും, മറ്റൊരുത്തി പറഞ്ഞു. ആ പോയി, നമ്മുടെ ഗ്യാങ്ങിൻ്റെ മുഴുവൻ ചെവിയും അടിച്ചു പോയി. നിനക്കൊന്നും വേറെ പണിയില്ലേ? ഇത് ചെവിയുടെ പ്രശ്നമല്ല, അവൻ സത്യത്തിൽ പറഞ്ഞത് തന്നെയാണ്, ദൃശ്യ അരിശത്തോടെ പറഞ്ഞു. ഞാൻ ഇവളെയും കൊണ്ട് പോകുകയാണ്, നാളെ വരികയുള്ളൂ ഇനി. ദേവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ ബാഗ് എടുത്ത് അവൾക്ക് നൽകി കോളേജിൽ നിന്നും ഇറങ്ങി. ഗൗരി ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ അവൻ്റെ കൂടെ ചെന്നു. കാറിൽ കയറാൻ ഒരുങ്ങിയതും മാനേജർ അങ്ങോട്ടേക്ക് ഓടിയെത്തി. സാർ, അപ്പോൾ ഞങ്ങളുടെ ഫണ്ട്? ദേവൻ അദ്ദേഹത്തെ അടിമുടിയൊന്ന് നോക്കി. 10 കോടി നിങ്ങളുടെ ലാബിലേക്ക് ഞാൻ അനുവദിച്ചിട്ടുണ്ട്, ഫിറോസ് ചെക്ക് തരും. നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്ന മാനേജറെ കണ്ടതും ഗൗരി ചിരിച്ചു. പെട്ടെന്ന് അവളെയും കാറിൽ കയറ്റി ദേവൻ കാർ ലോക്ക് ചെയ്തു. അവളൊരു ചിരിയോടെ അവനെ നോക്കി. എന്നാൽ കോളേജിൽ നിന്നും കണ്ട ദേവനല്ലായിരുന്നു അവളുടെ അടുത്ത്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവളെ നോക്കുന്നത് കണ്ട് അവൾക്കൊരു ഭയം ഉള്ളിൽ ഉടലെടുത്തു. നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത്? അവൾ ഭയം കൊണ്ട് വിറയോടെ ചോദിച്ചു. ഇന്നലെ മുതൽ നീ എന്നെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു, അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തന്നിരിക്കും. അവൾ സംശയത്തോടെ പുരിക്കമുയർത്തി ദേവനെ നോക്കി. കാറ് വേഗത്തിൽ അവിടെ നിന്നും പാഞ്ഞു. അവൾ ഇതുവരെയും പോകാത്ത വഴിയിലൂടെ കാർ പോകുന്നത് കണ്ട് അവൾ ദേവനെ നോക്കി. എന്താ ഈ വഴി? നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? കൊല്ലാൻ, ദേവൻ ദേഷ്യം അടക്കാനാവാതെ പറഞ്ഞു. അവൾ കരയാൻ തുടങ്ങി. നിന്റെ പൂങ്കണ്ണീരൊന്നും എൻ്റെ അടുത്ത് വേണ്ട, അവൻ അരിശത്തിൽ തന്നെ പറഞ്ഞു.
ആ കാറ് ചെന്ന് നിന്നത് കൊട്ടാര സമാനമായ ഒരു വലിയ വീട്ടിലായിരുന്നു. അവൾ ദേവനെയൊന്ന് നോക്കി. ഇറങ്ങ്, ദേവൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞതുകൊണ്ട് കാഴ്ച വ്യക്തമായിരുന്നില്ല. വാ ഇങ്ങോട്ട്. ദേവൻ അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ആ വീടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഇവിടെ എന്താ? അവൾ വിക്കലോടെ ചോദിച്ചു. മിണ്ടാതെ വരാനല്ലേ പറഞ്ഞത് നിന്നോട്? അവൾ അവൻ്റെ ഉയർന്ന ശബ്ദം കേട്ട് ഭയന്നുകൊണ്ട് പിന്നീടൊന്നും മിണ്ടിയില്ല. ഇനി ഇവിടെയാണ് നീ താമസിക്കുക, എങ്ങും തൊടാതെ ദേവൻ പറഞ്ഞു. ഇവിടെയോ? ഇല്ല, അവൾ ഉറപ്പോടെ പറഞ്ഞു. ദേവൻ അവൻ്റെ മുന്നിലെ മേശയിൽ ആഞ്ഞടിച്ചുകൊണ്ട് അവളെ ഭയപ്പെടുത്തി. താമസിക്കും. ഇനി നീ ഇവിടെ തന്നെയായിരിക്കും. നിനക്കുള്ള ശിക്ഷയാണിത്. ഇല്ല, ഞാൻ ഇവിടെ നിൽക്കില്ല. അതൊരു ഒറ്റപ്പെട്ട ഗ്രാമപ്രദേശമായിരുന്നു. പോരാത്തതിന് വലിയ വീടും. അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. നീ നിൽക്കും. ഇവിടെയുള്ള എല്ലാ പണികളും നീ തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്നും പോകാം. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങാനൊരുങ്ങി. ഈ പോകുന്ന പോക്കിൽ ഞാൻ കെട്ടിയ താലിയും അവിടെ അഴിച്ചു വെച്ച് നിനക്ക് ഇറങ്ങാം. അവളുടെ കണ്ണുകൾ വെളിയിൽ വരുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ കാതുകളിൽ ആരോ മൂളുന്നത് പോലെ. അവൾ ഞെട്ടലോടെ ദേവനെ നോക്കി. നീ എന്നോട് ഇന്നലെ മുതൽ ചെയ്യുന്നതിന് ഇതിൽ കുറഞ്ഞ ഒരു ശിക്ഷയില്ല. നിനക്കെൻ്റെ ഭാര്യയായി തുടരണമെങ്കിൽ നീ ഇവിടെ താമസിക്കും. ഇവിടെ തുടരാൻ പറ്റില്ല എങ്കിൽ ആ താലി അഴിച്ചു വെച്ചിറങ്ങാം. നിനക്ക് എന്തായാലും ഒരു നല്ല ആളെ കിട്ടും. കാരണം നമ്മുടെ ബന്ധം ഇതുവരെ പുറത്താരും അറിഞ്ഞിട്ടില്ല. പോരാത്തതിന് നിന്നെ ഞാനൊന്ന് ഉപയോഗിച്ചിട്ട് കൂടിയില്ല. അവൻ്റെ വാക്കുകൾ കേട്ട് അവൾക്ക് എന്തോ പോലെയായി. അവൾ മുന്നിലേക്ക് വെച്ച കാൽ പിന്നിലേക്ക് വെച്ചു. എന്താ നിന്റെ തീരുമാനം? ഞാൻ ഇവിടെ നിന്നോളാം. ശരി, ഇവിടെ നിനക്ക് വേണ്ട എല്ലാമുണ്ട്. എന്നെ കാണുന്നതല്ലേ നിനക്ക് പ്രശ്നം. അതുകൊണ്ട് ഞാനും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. നിങ്ങളെ കാണുന്നതിൽ എനിക്ക് എന്ത് പ്രശ്നം? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അതുകൊണ്ടല്ലേ ഇന്നലെ മുതൽ എന്നെ കാണാൻ കൂട്ടാക്കാതെ നടന്നത്. അവിടെ ആവുമ്പോൾ എന്നെ കാണേണ്ടി വരും. ഇതാകുമ്പോൾ അങ്ങനെയൊരു പ്രശ്നമില്ല. ഇല്ല, നിങ്ങളെ എനിക്ക് വേണം. എനിക്ക് പറ്റില്ല കാണാതെ ഇരിക്കാൻ. ദേവൻ കൈയുയർത്തി അവളെ തടഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇല്ല, ദേവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. ഇങ്ങേരിത് എന്തൊക്കെയാ പറയുന്നത്? അവൾ കരഞ്ഞുകൊണ്ട് മനസ്സിലോർത്തു. അവൾക്ക് മുന്നിൽ ആ വീടിൻ്റെ വാതിൽ കൊട്ടിയടച്ച് ലോക്ക് ചെയ്ത് ദേവൻ പോയി. അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഇങ്ങേര് ഒരിക്കലും മാറില്ല, അവൾ കരഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. പറയുന്നതിനനുസരിച്ച് അവളുടെ മുടിയിഴകൾ അവൾ വലിച്ചു പറിക്കുന്നുണ്ടായിരുന്നു. സങ്കടവും ദേഷ്യവും ഗൗരിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. ഗൗരി അവളുടെ മുടിയിഴകൾ വലിച്ചുകൊണ്ടേയിരുന്നു. സമയം രാത്രിയോടടുത്തു. എല്ലാം എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം. അല്ലെങ്കിലും അദ്ദേഹവുമായി വഴക്ക് കൂടാനുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? അദ്ദേഹത്തെ കാണാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല. എന്നിട്ടും കിട്ടിയ ജീവിതം സന്തോഷത്തിലാക്കാതെ വഴക്കിട്ട് നടന്നിരിക്കുന്നു. ഗൗരി അവളുടെ മനസ്സിനെ തന്നെ ഉച്ചത്തിൽ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഒരുപാട് നേരം ഇരുന്ന ഗൗരിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് മുഖം കഴുകി അടുക്കള തിരഞ്ഞു പോയി. ദേവൻ്റെ വീടിൻ്റെ അത്ര വലുപ്പമില്ലെങ്കിലും അവളെ സംബന്ധിച്ചോളം അത് കൊട്ടാരം തന്നെയായിരുന്നു. അവൾ അടുക്കളയിൽ എത്തിച്ചേർന്നു. അവിടെ അവൾക്ക് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു. ഭക്ഷണം പാകം ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഗൗരി ബ്രെഡ് എടുത്ത് കഴിച്ചു. പതിയെ അവൾ മുകളിലേക്ക് നടന്നു. അവിടെ ഒരു റൂമിൽ കയറി അവൾ വാതിലടച്ചു. സത്യത്തിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ അവൾക്ക് ഭയമുണ്ടായിരുന്നില്ല. ദേവൻ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന തോന്നൽ മാത്രമായിരുന്നു അവൾക്കുള്ളിൽ. ഇതേ സമയം ഓഫീസിൽ നിന്നും ദേവൻ വീട്ടിലെത്തിയതും ഹാളിൽ അവനെയും കാത്ത് അമ്മയുണ്ടായിരുന്നു. അവനെ കണ്ടിട്ടും എന്തോ പൂർത്തിയാവാത്തതുപോലെ ദേവിക പുറത്തേക്ക് തന്നെ നോക്കുന്നത് കണ്ട് ദേവൻ അമ്മയെ ഒന്ന് വിളിച്ചു. അമ്മ, എന്ത് പറ്റി? അല്ല മോനെ, ഗൗരി. ആ, അവളിനി ഇങ്ങോട്ട് വരില്ല. ദേവൻ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് നടന്നു. എന്ത്? ദേവിക ഞെട്ടലോടെ ചോദിച്ചു. ആ അമ്മ, അവളിനി ഞാൻ പുതുതായി പണിത വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ നീ? ഞാൻ ഇവിടെയും. എന്താ ദേവ നീ പറയുന്നത്? അവിടെ അവള് ഒറ്റയ്ക്ക് ആ വീട്ടിൽ. അവിടെ ഒറ്റയ്ക്കാക്കി വരാൻ നിനക്ക് എങ്ങനെ തോന്നി? ദേവിക വിറച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ ഭാര്യയുടെ കാര്യമല്ലേ, സാരല്ല. അമ്മയുടെ വാക്കുകളെ അവഗണിച്ച മറുപടി പോലെ ദേവൻ പറഞ്ഞ് മുറിയിലേക്ക് പോയി. ദേവികയ്ക്ക് ഒരു സമാധാനമുണ്ടായില്ല. അവൾ വേഗം ഫോൺ എടുത്ത് ഗൗരിയെ വിളിച്ചു. അപ്പോഴേക്കും ഗൗരി തളർന്നുറങ്ങിയിരുന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തതും ഗൗരി ഞെട്ടി ഉണർന്നു. അമ്മ! അവളുടെ ചുണ്ടുകൾ വിങ്ങലോടെ മന്ത്രിച്ചു. അവൾ ഫോൺ എടുത്തതും പൊട്ടി പൊട്ടി കരഞ്ഞു. മോളെ, ഗൗരി, എന്താ മോളെ? നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയത് എന്താ? എന്തിനാ നിങ്ങൾ രണ്ടിടത്തായി താമസിക്കുന്നത്? ദേവികയും ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. എനിക്കറിയില്ല അമ്മേ. മോളെ, അവിടെ കൂട്ടിനാരാ? ഇല്ലമ്മേ, ആരുമില്ല. മോളെ, അമ്മ കാറുമായി വരാം. മോള് പുറത്തേക്കിറങ്ങി നിൽക്ക്.
ദേവികയുടെ കയ്യിലെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ദേവൻ സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് ഉറങ്ങാറായില്ലേ? രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് നീ കോളേജിൽ പോയാൽ മതി. അവൻ്റെ കടുത്ത സംസാരം കേട്ട് ദേവികയ്ക്ക് ഗൗരിയെ ഓർത്ത് പാവം തോന്നി. എന്താ ദേവാ ഇത്? അവൾക്ക് രാത്രി കൂട്ടിന് അവിടെ ആളില്ല. ഇപ്പോൾ ദേ പണികളും അവൾ ഒറ്റയ്ക്കോ? ദേവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി. ദേവികയ്ക്ക് ഗൗരിയുടെ കാര്യത്തിൽ വിഷമം വല്ലാതെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഫോണ് കട്ടായതുകൊണ്ട് ഗൗരിക്ക് വല്ലാത്ത വിഷമം തോന്നി. അധികം വൈകാതെ അവളുടെ വീടിൻ്റെ കോളിംഗ് ബെൽ മുഴങ്ങി. ഒരു നടുക്കത്തോടെ അവൾ ചുറ്റിലും നോക്കി. ഫോണെടുത്ത് സമയം നോക്കിയപ്പോഴായിരുന്നു 10 മണി കഴിഞ്ഞതായി കണ്ടത്. ഇപ്പോൾ ആരാ ഇത്? അവൾ മനസ്സിലോർത്ത് ഉമ്മറത്തേക്ക് നടന്നു. കീഹോളിലൂടെ നോക്കിയപ്പോഴായിരുന്നു മറുപുറത്ത് ദേവൻ നിൽക്കുന്നത് കണ്ടത്. അവളൊരു ചിരിയോടെ വാതിൽ തുറന്നു. അവൾ വാതിൽ തുറന്നതോടെ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ ദേവൻ മുകളിലെ ഒരു മുറിയിലേക്ക് കയറി വാതിലടച്ച് ലോക്ക് ചെയ്യുന്ന ശബ്ദം അവൾ കേട്ടു. ആ ശബ്ദം അവളുടെ കാതിൽ ഒരു ഇടിമുഴക്കം പോലെ കേട്ടുകൊണ്ടിരുന്നു. എല്ലാം എൻ്റെ തെറ്റാ. ഞാനാണ് വാശി കാണിച്ചത്. അവൾ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു. അവളുടെ റൂമിൻ്റെ മുന്നിൽ ചെന്നതും തിരിച്ച് ദേവൻ്റെ റൂം ലക്ഷ്യമാക്കി അവൾ നടന്നു. അവളുടെ കാലുകൾ വിറയ്ക്കുന്നത് നന്നായി അവൾക്കറിയാമായിരുന്നു. എങ്കിലും അവനോട് ക്ഷമ പറയണമെന്ന് അവൾക്ക് തോന്നി. ഗൗരി പതിയെ വാതിൽ മുട്ടി. മറുപുറത്തു നിന്നും ഒരനക്കമുണ്ടായില്ല. വീണ്ടും അവൾ ശക്തിയായി വാതിലിൽ മുട്ടി. ചെവിയിൽ വെച്ച ഹെഡ്സെറ്റ് ഊരിക്കൊണ്ട് ദേവൻ കാതുകൾ കൂർപ്പിച്ചു. സംശയമല്ല, യാഥാർത്ഥ്യത്തിൽ അവൾ വന്ന് മുട്ടുന്നത് തന്നെയാണ്. ദേവൻ അവളെ അധികം ബുദ്ധിമുട്ടിക്കാതെ വാതിൽ തുറന്നു. നിറകണ്ണുകളോടെ അവനെ തന്നെ ഉറ്റുനോക്കുന്ന ഗൗരിയെ അവന് കാണാത്തതുപോലെ പലയിടത്തും നോക്കി. അവൾ ദേവനെ മറികടന്നുകൊണ്ട് റൂമിൽ കയറി. എന്താ അത്? ദേവൻ ദേഷ്യത്തിൽ ചോദിച്ചു. നോക്ക്, ഞാൻ ക്ഷമ പറയാനാ വന്നത്. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ. നീ പോ ഗൗരി, എനിക്ക് വർക്കുണ്ട്. ഇല്ല. ദേവൻ കൈകെട്ടി അവളെ തന്നെ നോക്കി. ഗൗരി ഓടി വന്ന് ദേവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. തെറ്റെല്ലാം എൻ്റെ ഭാഗത്താണ്. ഞാനിനി ചെയ്യില്ല. ഒരിക്കലും. ദയവ് ചെയ്ത് എൻ്റെ പഴയ ഭർത്താവായി എന്നെ സ്നേഹിക്കും. തനിക്ക് മുന്നിൽ ഒരു പെണ്ണ് സ്നേഹത്തിന് വേണ്ടി കെഞ്ചുന്നത് ഇതാദ്യമായിട്ടാകും. പെൺകുട്ടികൾ ചുറ്റിലും കോഴികളെപ്പോലെ ഉണ്ടെങ്കിലും അവൻ്റെ മനസ്സിനെ കുലുക്കിയത് ഈ ഗൗരിയാണ്. തൻ്റെ സ്വന്തം ഭാര്യയുടെ കെഞ്ചിയുള്ള വാക്കുകളായിരുന്നു. ദേവൻ അവളെ ഉന്തി മാറ്റിക്കൊണ്ട് ലാപ്പിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. നീയല്ല തെറ്റ് ചെയ്തത്, ഞാനാണ്. ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ. ദേവൻ അതും പറഞ്ഞുകൊണ്ട് ലാപ്പ് അടച്ചു വെച്ചു. അവളൊന്നും മനസ്സിലാവാത്തതുപോലെ ദേവനെ നോക്കി. മീറ്റിംഗ് ആയിരുന്നു. ലൈവ് വീഡിയോ കോള്. ഓഫീസ് സ്റ്റാഫുകളും പ്രമുഖ ബിസിനസ്സുകാരും ഉണ്ടായിരുന്നു. ദേവൻ അവളെ നോക്കാതെ പറഞ്ഞു. അവളൊരു ഞെട്ടലും ഭയവും കലർന്ന ഒരു നോട്ടം അവന് നേരെ പായിച്ചു. സോറി, ഞാൻ അറിഞ്ഞില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന്. നീ വന്നപ്പോൾ തന്നെ മീറ്റിംഗ് ക്ലോസ് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ എല്ലാവരും കണ്ടു കാണും. ദേവൻ ചെറിയ ചമ്മലോടെ പറഞ്ഞു. അല്ലെങ്കിലും നിനക്കെന്താ അറിയാവുന്നത്? തെറ്റ് നടന്നിട്ട് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാവാതെ അവരെ കോമാളി കെട്ടാനല്ലേ? ദേവൻ പറഞ്ഞു തീരും മുന്നേ ഗൗരി പൊട്ടിക്കരഞ്ഞിരുന്നു. നോക്ക് ഗൗരി, നിന്റെ ഈ പൂങ്കണ്ണീര് കാണാനല്ല ഞാൻ വന്നത്. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, ആദ്യമായിട്ടല്ലേ എന്നൊക്കെ ഓർത്താണ് വന്നത്. എന്നെ ശല്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകും. ഓ, നിനക്ക് അതുതന്നെയാണല്ലോ വേണ്ടത്. അവൾ ദയനീയമായി ദേവനെ നോക്കി. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? സത്യമല്ലേ? നിനക്ക് എന്നെ കാണാൻ പോലും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയല്ലേ ഇന്നലെ എന്നെ കാണാൻ പോലും നിൽക്കാതെ ഓടി ഒളിച്ച് നടന്നതും. അതെല്ലാം ഞാനൊരു തമാശയായി മാത്രമേ എടുത്തിട്ടുള്ളൂ. അവൾ യാചിച്ചുകൊണ്ട് പറഞ്ഞു.